ഇന്നുണ്ടാക്കാൻ പോകുന്നതാണ് എന്നിട്ട് അതിൻ്റെ പേര് മറന്നുപോയി. കപ്പ് കേക്ക്സ് അതാണ് ഉണ്ടാക്കുന്നത്. കപ്പ് കേക്ക്സ് ഹോൾഡർ കപ്പ് കേക്ക്സ് ഹോൾഡർ അതാണ് ഉണ്ടാക്കാൻ പോണേ. കപ്പ് കേക്ക്സ് ഹോൾഡർ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കണേ. അപ്പോൾ ഇതാക്കണ്ടോ, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ് അത്. പിന്നെ ഈ സാധനം ഇതേപോലെ ഉണ്ടായിരുന്നത് പ്ലേറ്റ് വെച്ച് കട്ട് ചെയ്തതാണ്. അത് എൻ്റെ അമ്മ സഹായിച്ചിട്ടാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്കില്ല, അമ്മയും കൂടി സഹായിച്ചു. ഇത് എന്തിട്ടാന്ന് വെച്ചാൽ എൻ്റെ മേമേൻ്റെ ക്ലാസ്മേറ്റ്സില്ലേ, അതിൻ്റെ ഒരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ സാധനങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇതിൻ്റെ ഇവിടെ തന്നെ വെച്ചിട്ട് കറക്റ്റ് വെച്ചു. അപ്പം ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഇതും കൂടി നമുക്ക് വരയ്ക്കാം. അയ്യോ, തെറ്റിപ്പോയി എൻ്റെ. അപ്പോൾ ഞാൻ ഈ A4 ഷീറ്റിൻ്റെ ഇത് ഇത്തിരി വലുതാണ് കാർഡ്ബോർഡ്. അപ്പോൾ A4 ഷീറ്റിൽ അത് വലുതായി കൊണ്ട് വെക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഈ കാർഡ്ബോർഡിൽ ഈ പേപ്പറിൽ ചെയ്ത് കൊടുക്കുക. ഇരിക്കട്ടെ, സ്പേസ് വിട്ടിട്ട് വേണം വെട്ടാൻ. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കാർഡ്ബോർഡ് കഷ്ണം വെച്ചിട്ട് പശ വയ്ക്കുമ്പോൾ ഇരിക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. ഇതിന് അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി വരത്തില്ലേ, അതേപോലെ ഉണ്ടാക്കുക. അപ്പം ഈ ഗമ്മ് ഇതിൽ തേക്കാൻ പോവാണ് ഞാൻ കേട്ടോ. ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. ഇപ്പം ഇങ്ങനെ റോൾ ചെയ്യുക. ഇപ്പം ഇത് 5 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിക്ക് ഇത് ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇത് 3 ഒട്ടിച്ചു. ഇത് ഇതിൻ്റെ മേലെ ഒട്ടിക്കുക. അപ്പം ഞാൻ ആ സ്റ്റാൻഡ് വെച്ചിട്ട് ഫെവിക്കോളൊക്കെ തേച്ച് ഇതിൽ വെച്ചു. അപ്പം നമ്മുടെ സ്റ്റാൻഡ് റെഡിയായി. ഞാൻ കുറച്ചും കൂടി ആലോചിക്കുന്നത് ലാസ്റ്റ് സൂപ്പർബ്. അപ്പം ഇതാകെ ഇടിഞ്ഞ പോലെ വീണിട്ട് ഉണ്ണിയച്ചപ്പോൾ അമ്മ പോയതാ. ഞാൻ തൊട്ട് ജസ്റ്റ് വെറുതെ തൊട്ടതാ, അതാ ഇടിച്ച പൊളിഞ്ഞ് വീണു.
പിന്നെ ലാസ്റ്റ് അമ്മയും ഞാനും കൂടി ഇങ്ങനെ ഇതുണ്ടാക്കി. എന്നിട്ട് ആകെ കൊളായി. അപ്പൊ ഇതാരും ഉണങ്ങിയിട്ട് തൊടാൻ പാടു. ബി കെയർഫുൾ. അല്ലെങ്കിൽ ഇതേപോലെ ഇട്ടിന് വെള്ളം വീഴും. അപ്പൊ ബൈ ബൈ.